ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മിസ്റ്റർ ഇൻസോംനിയ വെയിറ്റിംഗ് ഫോർ ലവിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടതും നമ്മുടെ ലൂസി വന്ന് യാന തൊട്ട് നോക്കുമ്പോഴും ഒന്നും സംഭവിക്കത്തില്ല, രണ്ടുപേരും ഉറങ്ങത്തൊന്നുമില്ല, ആ ഒരു സീനോട് കൂടിയാണ്. അത് കഴിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ ബനാന 3യുടെ കാര്യം സംസാരിക്കാനായിട്ട് ഒരു മീറ്റിംഗ് കൂടിയൊക്കെ വേണം. അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ യാൻ്റെ ചിന്ത മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് നടന്നില്ല എന്ന് വെച്ചാൽ അവൻ ഉറങ്ങിയില്ലല്ലോ. ഇപ്പോൾ ഇത്രയും വേർഡായിട്ട് ഈ കാര്യം എന്താ ഇങ്ങനെ നടന്നത്, ശരിക്കും സയൻറ്റിഫിക്കലി ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം. ഈ ടൈമിൽ അവിടെ ഒരാൾ നിന്നിട്ട് ഇതിനെപ്പറ്റി ബനാന 3യുടെ എഫക്ട്സിനെ പറ്റിയും അതുപോലെ തന്നെ അത് യങ് ആയിട്ടുള്ള ആളുകളെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം എന്തുവാന്ന് നമ്മൾ യാൻ്റെ അടുത്ത് ചോദിക്കണം. യാനാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പം ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്കിൾ ഷെന്ന് കയറി സംസാരിക്കും. അതൊന്നുമല്ല, ബനാന 3യുടെ ഈ ഒരു അതിൻ്റെ ഇറക്കുമതിയുടെ കാര്യങ്ങളായിട്ട് നമ്മുടെ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ആളിച്ചിട്ട് ടയേർഡാ, അത് വേറെ ഒന്നുമല്ല എന്ന് പറയും. അപ്പോൾ അവിടെയുള്ളൊരു അയാൾ കളിയാക്കും, എന്നുവെച്ചാൽ ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളില്ല, ആ എംപ്ലോയി കളിയാക്കും. നമ്മുടെ CEO തന്നെ ഇങ്ങനെ തുടങ്ങി എങ്ങനെയാണ്, നമ്മുടെ കമ്പനിയാണെങ്കിൽ ആളുകളുടെ നല്ലൊരു ഉറക്കത്തിൻ്റെയും കാര്യങ്ങളെ പറ്റിയുള്ള കമ്പനിയാണ്, അപ്പോൾ അങ്ങനെ ഇരിക്കുക CEO ഇങ്ങനെ പെരുമാറുവാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് ഇതാക്കും. അപ്പോൾ അങ്കിൾ ഷെൻ പറയും, വേറെ ഒന്നുമല്ല, ഇച്ചിരി റെസ്റ്റ് എടുത്താൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട് അവർ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുവാണ്. ഈ സമയത്താണെങ്കിൽ ലൂസി ആണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് അവൾക്കാണെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറുന്നില്ല. അവളിരുന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുക, എന്തെങ്കിലും വഴിയുണ്ടോ, ഇങ്ങനെ രണ്ടുപേർ തൊട്ട് കഴിഞ്ഞ് ഉറങ്ങി പോവോ, ഇൻസോംനിയയ്ക്ക് ക്യൂർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ കുറേ സെർച്ച് ചെയ്യുക. പക്ഷേ അവൾ ഉദ്ദേശിക്കുന്ന ആൻസർ ഒന്നും കിട്ടുന്നില്ല. അവസാനം അവൾ മനസ്സിലാക്കണം, ഒരു പക്ഷേ ടെൻഷനുള്ള സിറ്റുവേഷനിൽ തൊട്ടാൽ മാത്രമാണ്. ഇപ്പോൾ ഇത്രയും പ്രാവശ്യം നടന്നപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ടെൻഷനുള്ള സിറ്റുവേഷൻ ആയിരുന്നു, ഒന്നെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ അവന്. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഇത് നടന്നത്, അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയെന്ന് അവൾ കണ്ടുപിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അങ്കിൾ ഷെൻ ഈ യാന ഇറങ്ങി വന്നില്ലേ, അപ്പോൾ അങ്കിൾ ഷെൻ പറയുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ, കുഴപ്പമില്ല, ഞാൻ നിൻ്റെ അങ്കിളല്ലേ പറയുകയാണ്. പക്ഷേ ഇവൻ പറയാൻ വേണ്ട, അതൊന്നുമില്ല, നിങ്ങൾ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടാൽ, ഞാൻ ഇച്ചിരി ടയേർഡ് അത്രേ ഉള്ളൂ എന്ന് പറയണേ. അപ്പോൾ അങ്കിൾ ഷെൻ പറയുകയാണ്, ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, നമുക്ക് വേറൊരു ഡോക്ടറെ പോയി കാണാനില്ലെങ്കിൽ ചിലപ്പോൾ നിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്നൊക്കെ നമ്മുടെ അങ്കിൾ ഷെൻ പറയുകയാണ്. പക്ഷേ എങ്കിൽ ഞാൻ പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനുള്ള ഇതൊക്കെ മരുന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ദേഷ്യപ്പെട്ട് പോയി കാറിൽ കയറാനായിട്ട്. കാറ് ഓൾറെഡി ഒരു ടാക്സി പോലെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ കയറാനായി നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ലൂസി അവിടെ നിന്ന് വരുന്നത്. ലൂസി ആണെങ്കിൽ ഇവനെ കണ്ടിട്ട് നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് പേര് പറഞ്ഞ് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇവളെ കണ്ടുകൊണ്ട് ഇവൻ വേഗം കാറിനകത്ത് കയറിയിട്ട് കാർ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് അവിടെ നിൽപ്പുണ്ടാവും. അവൻ പറയുകയാണ്, എൻ്റെ പേര് വിളിക്കുന്നത് എന്തിനാ, ഞാനിവിടെ നിൽപ്പില്ലെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല ആ കാറിൽ പോയത് ആരാന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ലൂസിക്ക് മനസ്സിലാവുന്നത് ഇവരെല്ലാവരും പറയുകയാണ് CEO ആണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ലൂസി അതുപോലെ തന്നെ ഞാനും തമ്മിലുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ലൂസിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്കിൾ ഷെന്നും അതുപോലെ തന്നെ സ്പെഷ്യൽ അസിസ്റ്റൻറ്റും കൂടി സംസാരിക്കുന്ന സമയത്ത് ലൂസി നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ അങ്കിൾ ഷെൻ പറയും, അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അന്ന് മീറ്റിംഗ് കൂടിയിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്, രണ്ടുപേര് തൊട്ട് കഴിഞ്ഞാൽ ഉറങ്ങുമോ, ഇൻസോംനിയയ്ക്ക് അങ്ങനെ ഒരു തരത്തിൽ ക്യൂർ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ കാര്യവും ബേസിക്സ് എല്ലാം എനിക്ക് മനസ്സിലായിരുന്നു. എന്നിട്ട് നമ്മുടെ ലൂസി ഇവർ പറയണം, ഒരിക്കലും നീ ഒരു കാര്യം ഈ CEOയ്ക്ക് മീൻസ് നമ്മുടെ ഞാൻ ഇങ്ങനെ ഒരു കാര്യമുള്ള കാര്യം നീ പുറത്തൊന്നും പറഞ്ഞു കളയല്ലേ, ഞങ്ങളുടെ കമ്പനിക്ക് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, പറഞ്ഞു കളയുന്ന സമയത്ത് ലൂസി പറയും, എനിക്ക് ഇൻസോംനിയുണ്ട്, അവൻ ഇൻസോംനിയുണ്ട്, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്കും ആ ഒരു കാര്യത്തിന് ക്യൂർ കിട്ടും, അവനൊരു ക്യൂർ കിട്ടും, നിങ്ങൾ എന്തോ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അങ്കിൾ ഷെന്നും സ്പെഷ്യൽ അസിസ്റ്റൻറ്റും അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരെ ഓക്കെയാണ്. പക്ഷേ അതിനിപ്പോൾ എന്തോ ചെയ്യുന്ന ആലോചിക്കുമ്പോൾ നമ്മുടെ അവർ പറയും, ഓക്കെ എന്നാൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് ഒരു പോസ്റ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്, ആ പോസ്റ്റിലേക്ക് ആരെ എടുക്കണം, ലൂസി സെലക്ട് ചെയ്യണം. അപ്പോൾ ലൂസി ഓക്കെ പറയും. അപ്പോൾ എടുത്തുകൊണ്ട് സ്പെഷ്യൽ അസിസ്റ്റൻ്റ് പറയും പറ്റത്തില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എങ്ങനെയാണോ ചെയ്യാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അതിന് ഇൻ്റർവ്യൂ നടത്തണം, അത് നടത്താതെ നിന്നെ പെട്ടെന്ന് പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് തന്നെ നടത്തുന്നു പറയണം. അപ്പോൾ ലൂസി പറയണം, ഒരു കാര്യം ചെയ്യും, എൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നിങ്ങളൊരു ഇത് വയ്ക്ക്, എലിജിബിലിറ്റി എൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾ വിളിക്കുക, ഇൻ്റർവ്യൂ വിളിക്കുക, അപ്പോൾ ഞാനും വന്ന് പങ്കെടുക്കുക, അപ്പോൾ എന്നെ അങ്ങ് സെലക്ട് ചെയ്താൽ പോരെ, അതാകുമ്പോൾ ആർക്കും ഡൗട്ട് തോന്നത്തില്ലെന്ന്. അങ്ങനെ അവരെല്ലാം ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുവാണ്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്ന സമയത്ത് അവർ ഇരുന്നിട്ട് നോക്കുന്ന സമയത്ത് കുറേ പെൺപിള്ളേരുണ്ട് കേട്ടോ പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു ഇതിന് വരാൻ. ആ ടൈമിൽ അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. ആ സമയത്ത് അവളുടെ ആരാണ്ട് വെള്ളമോ ജ്യൂസ് എന്താണ്ട് കളയും. അപ്പോൾ അവളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പറയാം, ദൈവമേ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ എന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയി, എനിക്കിപ്പോൾ വീട്ടിലെ വാടക പോലും അടയ്ക്കാൻ പൈസയില്ല, ഞാൻ എന്തോ ചെയ്യും, എനിക്ക് എന്തൊരു അൺലക്കിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ലൂസിക്ക് അറിയാം അവളെ എടുക്കത്തുള്ളൂ എന്ന്. ലൂസി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കോട്ട് ഊരിയിട്ട് മറ്റേ അപ്പുറത്തിരിക്കുന്ന പെങ്കൊച്ചിന് ഇട്ട് കൊടുത്തിട്ട് പറയും, കുഴപ്പമില്ല നീ കോട്ടിട്ടോ, ഞാൻ ഈ ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവർ വന്നിട്ടുള്ള പെൺപിള്ളേരെ എല്ലാം ബയോഡാറ്റ എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്കിൾ ഷെൻ ചോദിക്കുകയാണ്, ഇത് എന്തെല്ലാം ഭംഗിയുള്ള പെൺപിള്ളേരാണല്ലോ എന്ന് പറയുന്ന സമയത്ത് പറയാണ്, അല്ല ലൂസിയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഭംഗിയുള്ള പെൺപിള്ളേരെ വന്നേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അങ്ങോട്ട്
യു മാൻസ്യു എന്ന് പറയുന്ന ഒരു പെണ്ണ് വരുവാണ്. ആ പെണ്ണും ഇതിൽ എന്താ നല്ലൊരു ഹൈ പോസ്റ്റിലുള്ള ആളാട്ടോ. ആ പെണ്ണ് വന്നിട്ട് ആ പെണ്ണ് അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ ഉള്ളതാണ്. ആ പെണ്ണിന് ഓൾറെഡി നമ്മുടെ യാനെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൾ ഇടപെടാൻ വരുന്നത്. അവൾ വന്നിട്ട് എന്താ പറയുന്നത് ഇൻ്റർവ്യൂ ബോർഡിൽ കയറി ചെല്ലുവാണ്. അപ്പോൾ ഓൾറെഡി അവിടെ ആരൊക്കെ ഇരിക്കുന്നത്, നമ്മുടെ അങ്കിൾ ഷെന്നും ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവൾ കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പെമ്പിള്ളേരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ചോദിക്കുവാണേ, ഇതെന്താ വല്ല ബ്യൂട്ടി കോൺടെസ്റ്റ് ആണോ അത് ഇൻ്റർവ്യൂ ആണോ എന്ന് അറിയത്തില്ല, എന്തുവരെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറുമ്പോൾ അങ്കിൾ ഷെന്നും സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ പറയുകയാണ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവളും കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ അങ്കിൾ ഷെന്നിൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ സ്പെഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ മനസ്സിൽ വെച്ചാൽ ലൂസി ആക്കണം എന്നല്ലേ. ഇനി ഇതിപ്പോൾ കുളം തോണ്ടേണ്ട അവസ്ഥയെന്ന് പറഞ്ഞ ലെവലിലാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ പെമ്പിള്ളേരെ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ച് അപ്പോൾ കുറേ പെമ്പിള്ളേരിലുണ്ട് 2 പേരെ വെച്ചിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. എല്ലാ പെമ്പിള്ളേരും കയറി ഇറങ്ങി വരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവളാണെങ്കിൽ അതുപോലത്തെ കുത്തിയുള്ള ചോദ്യങ്ങളാണ് ഷ്യൂ മാൻസ്യു എന്ന് പറയുന്ന പെണ്ണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ പെമ്പിള്ളേരും ഇനി കരഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒരു ടീം വരുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഇതെന്തൊരു കൂതറ കമ്പനിയാണ്, ഇതെന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയാണെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. ഇത് നമ്മുടെ ഞാൻ കേൾക്കും. ഞാൻ എടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു എംപ്ലോയെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ ആ ലേഡി പറയും, ഇവിടെ വന്ന് നിങ്ങൾക്കുള്ള പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം അങ്ങ് കയറി ചെല്ലുവാണ്. ഇതേ സമയം ലാസ്റ്റ് ഇനിയിപ്പോൾ 2 പേരേ ഉള്ളൂ. ഒന്ന് ലൂസിയും പിന്നെ ലൂസി ഒരു പെങ്കൊച്ചിന് കോട്ട് കൊടുത്തില്ല, ആ ഒരു പെൺകുട്ടിയും. അപ്പോൾ അവർ കയറി വരുന്നതിന് മുമ്പ് നമ്മുടെ അസിസ്റ്റൻറ്റ് മീൻസ് മറ്റേ സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് പറയും, അതേ മാഡം ഇനി ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് എടുത്തേ പറ്റൂ, ഇനി വേറെ പെമ്പിള്ളേരൊന്നും ഇല്ലെന്ന് പറയുന്ന സമയത്ത് ആ ശരി ഞാൻ നോക്കട്ടെ എന്ന് ഷ്യൂ മാൻസ്യും പറയും. കയറി വരുന്ന സമയത്ത് ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത് മറ്റേ അടുത്തിരുന്ന പെങ്കൊച്ചില്ലേ, വെള്ളം മേല് വീണ ആ കോട്ട് കൊടുത്ത പെങ്കൊച്ചി, ആ പെങ്കൊച്ചിൻ്റെ അടുത്താണ്. നിങ്ങൾ എന്താ പറയുന്നത് കുടിച്ച് ശീലമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇല്ല, എനിക്ക് ആൽക്കഹോൾ കുടിക്കാൻ പറ്റത്തില്ല, എനിക്ക് അലർജിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും നിനക്ക് ഇൻ്റർവ്യൂ പാസ്സാവണമെങ്കിൽ നീ ഇത് കുടിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി വോഡ്ക്കയും ഒരു ഗ്ലാസ്സിൽ നിറച്ച് വോഡ്ക്കയും കൊണ്ടുവന്നിട്ട് ഒരു സെർവൻറ്റ് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഇവളത് കുടിക്കാൻ തയ്യാറാവത്തില്ല കേട്ടോ. അപ്പോൾ ഇവളെ കുറേ അങ്ങ് നിർബന്ധിക്കുന്നത് കാണുമ്പോൾ ലൂസിക്ക് അങ്ങ് ദേഷ്യം വരും. ലൂസി എണീറ്റ് എന്നിട്ട് പറയും, ഇത് നിങ്ങൾ എന്ത് ഈ പരിപാടിയാണ് കാണിക്കുന്നത്, ആ പെങ്കൊച്ചിന് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, പിന്നെ എന്തിനാ ആ പെങ്കൊച്ചിനെ നിർബന്ധിക്കാൻ നിൽക്കുന്നതെന്നും. അപ്പോൾ ഷ്യൂ മാൻസ്യുവിന് അത് ഇഷ്ടപ്പെടത്തില്ല. അവൾ എടുത്തോണ്ട് പറയും, എന്നാൽ ശരി നീ കുടിക്കും, നീ ഇതിനിപ്പോൾ ഇടയിൽ കയറി സംസാരിച്ചാൽ നീ കുടിച്ച് കാണിക്കും, നീ കുടിക്കുവാണെങ്കിൽ അവളെ ഞാൻ ഇവിടെ ഹയർ ചെയ്യാം, നീ കുടിച്ചില്ലെങ്കിൽ അവളും പോകണം നീയും പോകണം, ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ അവസ്ഥ നമ്മുടെ ആർക്കറിയാം, ലൂസിക്ക് അറിയാം. കാരണം അവൾക്ക് ഓൾറെഡി വാടക പോലും കൊടുക്കാൻ പൈസ ഇല്ലാതിരിക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലൂസി വന്ന് കുടിക്കാൻ തയ്യാറാവും. പക്ഷേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ അവിടെ വാതിലവിടെ നിന്നിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ആദ്യം ഒരു ഗ്ലാസ് നമ്മുടെ ലൂസി എങ്ങനെയൊക്കെ കുടിക്കും കേട്ടോ. അത് കഴിയുമ്പോൾ പറയും, നിൻ്റെ അടുത്ത് ഞാൻ ഒരു ഗ്ലാസ് അല്ല കുടിക്കാൻ പറഞ്ഞത്, നീ ആ ഫുൾ കുപ്പി കുടിക്കണമെന്ന് നമ്മുടെ ഷ്യൂ മാൻസ്യു പറയും. അപ്പോൾ ഇതൊന്നും അങ്കിൾ ഷെന്നിനും സ്പെഷ്യൽ അസിസ്റ്റൻറ്റിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവരേക്കാൾ ഇച്ചിരി ഹൈ പോസ്റ്റിലാണ് ഷ്യൂ മാൻസ്യു ഇരിക്കുന്നത്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അവസാനം നമ്മുടെ ലൂസി വന്ന് എങ്ങനെയൊക്കെയോ അത് കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. പറയുകയാണ് അവളുടെ അടുത്ത് പറഞ്ഞാൽ നീ ഇറങ്ങിപ്പോക്കോ, ഈ പെണ്ണിന് ഞാൻ ജോലി കൊടുത്തോളാന്ന് ഷ്യൂ മാൻസ്യു ഒരു തരത്തിലുള്ള മനസ്സിൽ ദയാദാക്ഷിണ്യം ഇല്ലാതെ പറയുകയാണ്. അവസാനം ലൂസിക്ക് ജോലിയൊന്നുമില്ല, ലൂസി ഇറങ്ങിപ്പോവാം. ലൂസി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കുപ്പി ഫുള്ളല്ലേ കുടിച്ചേക്കുന്നത്. അവൾക്കാണെങ്കിൽ നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റുന്നില്ല. അവളങ്ങ് തലകറങ്ങി വീഴാൻ പോകുന്ന സമയത്ത് ഞാൻ അവളെ രക്ഷിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവള് ഒരു സ്വപ്നം കാണുവാണ്. വേറെ ഒന്നുമല്ല, ഒരു എന്താ പറയുന്ന ഒരു പുഴയ്ക്കകത്ത് ഒരു പാവ കിടക്കുന്നു. പിന്നെ മന്ത്രവാദം ചെയ്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി അമ്പലത്തിലൊക്കെ കെട്ടിയിടുന്ന പോലെ സാധനം കെട്ടിയിട്ടേക്കുന്നു. അവിടെയാണെങ്കിൽ എന്തോ ഭയങ്കര ആഴമുള്ള പുഴയുടെ ആഴമുള്ള ഭാഗം കണ്ട അവിടെ വെച്ച് ഒരാളെ കൈ ഇങ്ങനെ പൊങ്ങി വരുന്ന പോലത്തെ ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള സ്വപ്നം കണ്ടിട്ട് അവൾ ഞെട്ടിയെണീക്കും. അപ്പം നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ജോലി കിട്ടിയില്ലേ, മറ്റേ ഇവള് കോട്ട് കൊടുത്തൊരു പെങ്കൊച്ചെ, അവൾക്കിപ്പോൾ ജോലി കിട്ടിയില്ല, അവൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ ഇതാക്കിയിട്ട് ഇവൾ ഇവിടുന്ന് പോവാണ്. നമ്മുടെ ഓക്കെ പറഞ്ഞിട്ടൊക്കെ പോകും. കാരണം വെച്ചാൽ അവൾ ഉറങ്ങിപ്പോയില്ലേ, കുടിച്ച് പോകില്ലാത്തതുകൊണ്ടല്ലേ അവൾ അവിടെ കിടന്നത്, പോവാണ്. ഇതേ സമയം കാണിക്കേണ്ട അങ്കിൾ ഷെന്നിനെ ഞാൻ ചോദ്യം ചെയ്യുക, നിങ്ങൾ എന്ത് പരിപാടി എന്നോട് ചോദിക്കാതെ എനിക്ക് പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഹയർ ചെയ്യേണ്ട കാര്യം എന്തുവായിരുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അങ്കിൾ ഷെൻ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അപ്പോൾ അതിനൊക്കെ ഏറെ ദേഷ്യം ഞാൻ. അപ്പോൾ ഇപ്പോൾ പുതിയൊരു പെങ്കൊച്ചിനെ ഹയർ ചെയ്തില്ല, ഇനി അവളും കൂടി എൻ്റെ ഇൻസോംനിയയുടെ അസുഖം അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പരിപാടി ചെയ്തെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അങ്കിൾ ഷെൻ പറയാം, നീ അത് ടെൻഷൻ ആവേണ്ട, അവളെ സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെ ഏതെങ്കിലും പോസ്റ്റിലാക്കാം, നീ അതൊന്നും ആലോചിച്ചേ ടെൻഷൻ ആവേണ്ടെന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ എന്താ പറയുന്നത് ചീസും ഇല്ലായിരുന്നോ, മറ്റേ കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യാൻ ചെറുക്കാൻ എന്നുവെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട്, അവനെ കാണാനായിട്ട് നമ്മുടെ ലൂസി പോയേക്കുവാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അപ്പോൾ ഇവൻ ചോദിക്കണോ, അപ്പോൾ നീ മരുന്നൊക്കെ കണ്ടുപിടിച്ചല്ലേ എന്നൊക്കെ പറയണം. എന്നിട്ട് ഇവള് നമ്മുടെ എന്താ പറയുന്നത് ഞാൻ്റെ പേര് പറയാതെ തന്നെ ചോദിക്കുകയാണ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നീ ഒരു പക്ഷേ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു CEO ആണെന്നൊക്കെ വിചാരിക്കും, വളരെ കാണാൻ ഹാൻസം ആണ്, അത് യങ് ആണ്, പക്ഷേ നിനക്കൊരു പ്രശ്നം വെച്ചാൽ നിനക്ക് ഭയങ്കര കോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് വിചാരിക്കും, ഇച്ചിരി നീ ഭയങ്കര ഒരു റൂഡായിട്ടുള്ളൊരു ക്യാരക്ടറാണെങ്കിൽ അതിന് എന്തായിരിക്കും കാരണം, നീ ആണെങ്കിൽ നിനക്ക് എന്തായിരിക്കും കാരണം ചോദിക്കണം. അപ്പോൾ ജീസു പറയണം, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ട്രോമ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ വലുതായി വരുമ്പോൾ നോർമലി ഇങ്ങനെ
വരുന്നത്. ഇപ്പോൾ സിനിമ മാത്രമല്ല റിയൽ ലൈഫിൽ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടെന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നീ ഇനി അധികം കുടിക്കാനൊന്നും പോകണ്ട, അവിടെ കുടിപ്പിച്ചില്ല, ഇനി അധികം കുടിച്ചുറങ്ങാനൊന്നും പോകണ്ട, ഇനി മറ്റേ തരത്തിലുള്ള സ്വപ്നം കാണുന്നു, വെച്ച് കഴിഞ്ഞാൽ ആ പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണുന്നു പറയാണ്. അവസാനം പോയിട്ട് രാത്രിയാകുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ലൂസി ഉറങ്ങാൻ കിടക്കും കേട്ടോ. അവൾ ഉറങ്ങാൻ കിടന്നിട്ട് അവൾക്ക് ഉറക്കം കിട്ടുന്നില്ല. ലാസ്റ്റ് അവൾ എണീറ്റ് നോക്കുമ്പോൾ അവൾ രണ്ട് നാല് ദിവസം ഉറങ്ങാതിരുന്നതല്ലേ, അവൾക്ക് അങ്ങ് ഹാലുസിനേഷൻ വരുന്നത്. ആ മറ്റേ ഉറക്ക ദേവതയുടെ ചെവി അനങ്ങുന്ന പോലെയും പ്രേതത്തിന് ശബ്ദം വരുന്ന പോലെയൊക്കെ കേട്ടിട്ട് അവളങ്ങ് പേടിക്കുക. എന്നിട്ട് അവൾ നമ്മുടെ അങ്കിൾ ഷെന്നിനെയും അതുപോലെ തന്നെ സ്പെഷ്യൽ സെക്രട്ടറിനെയും വിളിച്ചു വരുത്തുവാണ്. എന്നിട്ട് അപ്പോൾ അങ്കിൾ ഷെന്നും ചോദിക്കുന്നത്, ഈ പാതിരാത്രി എന്തിനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയേക്കുന്നത്? അപ്പോൾ അവൾ പറയാണ്, എനിക്കിപ്പോൾ ചോദിക്കുവാണ്, നമ്മളിപ്പോൾ കുറേ ദിവസം ഉറങ്ങാതെ ഇൻസോംനിയ ഉണ്ടെങ്കിൽ നമുക്ക് ഹാലുസിനേഷൻ വരുമെന്ന് ചോദിക്കണം. അപ്പോൾ അങ്കിൾ ഷെൻ പറയാൻ, ഡെഫിനറ്റ്ലി ഹാലുസിനേഷൻ വരും, അതിനാണ് നമ്മൾ എങ്ങനെയെങ്കിലും മരുന്ന് എങ്ങനെയാണ് എടുത്തിട്ട് ഉറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ അവൾ പറയാണ്, അപ്പോൾ എനിക്ക് ഹാലുസിനേഷൻ വരുന്നുണ്ടെങ്കിൽ അവന് ഇത്രയും ദിവസമായിട്ട് ഉറങ്ങി കാണത്തില്ല, അപ്പോൾ അവന് ഹാലുസിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് യൂസ് ചെയ്തിട്ട് അവനെ തൊടുവാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ബെനിഫിറ്റ്ഫുള്ളാന്ന് പറയാം. അപ്പോൾ അങ്കിൾ ഷെൻ ചോദിക്കണം, ഈ നേരത്തെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കിടന്ന് ഉറങ്ങുമല്ലേ, അപ്പോൾ അവനെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയില്ല, അവനെ എങ്ങനെ വിളിച്ചുണർത്തി ചെയ്യുന്നു നീ പറയുന്നത്? അപ്പോൾ അവൾ പറയുവാണ്, നമുക്കൊരു ഐഡിയ ചെയ്യാം, നമ്മൾ ആരും അറിയാതെ കള്ളന്മാരെ പോലെ അവൻ്റെ വീട്ടിൽ കയറണം, എന്നിട്ട് അവന് ഹാലുസിനേഷൻ ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേതം പോകുന്ന പോലെയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ സമയത്ത് ഞാൻ അവനെ പിന്നിൽ വന്ന് തൊടാം, അപ്പോൾ അവൻ പേടിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ ഉറങ്ങാൻ പറ്റുമെന്ന് പറയണം. അപ്പോൾ അങ്കിൾ ഷെന്നും സെക്രട്ടറി ആദ്യം സമ്മതിക്കത്തില്ല. പിന്നെ നമ്മുടെ യാനിന് നല്ല കാര്യത്തിനാന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കാതിരിക്കത്തില്ലോ. ലാസ്റ്റ് ഇവർ ഇവൻ്റെ വീടിൻ്റെ പുറത്തിങ്ങനെ ഒളിച്ചൊളിച്ച് ചെന്നിരിക്കും കേട്ടോ. ലാസ്റ്റ് ഇവർ 3 പേര് ഒളിച്ചൊളിച്ച് ചോദിക്കുകയാണ്, ഇത് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ലൂസി പറയും, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ലെന്ന് പറയാം. അവസാനം അവർ പോയിട്ട് ഇവൻ്റെ വാതിലാണെങ്കിലേ മറ്റേ ഒരുമാതിരി പാസ്വേഡ് നിൽക്കി തുറക്കുന്ന വാതിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് സെക്രട്ടറി ആണെങ്കിൽ 2 പാസ്വേഡ് നിൽക്കുക കേട്ടോ. അപ്പോൾ 2 റോങ്. അപ്പോൾ ലൂസി ചോദിക്കും, നിനക്ക് അപ്പോൾ പാസ്വേഡ് അറിയത്തില്ലായിരുന്നോ? അല്ല, ഇത് നമുക്ക് അവിടെ ഓഫീസിൽ പലതരത്തിൽ പാസ്വേഡ് ഉണ്ട്, അപ്പോൾ ഇവനങ്ങ് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇനി ഒരു പാസ്വേഡേ ഉള്ളൂ. അപ്പോൾ ലൂസി പറയാം, അത് ഞാൻ ട്രൈ ചെയ്യാമെന്ന്. എന്നിട്ട് ചോദിക്കുകയാണ് അവൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഇത്രയും സിമ്പിൾ പാസ്വേഡ് ഒന്നും എന്തോ ആയാലും ഞാൻ ഇടാൻ വഴിയില്ലെന്ന്. പക്ഷേ അങ്കിൾ ഷെൻ പറഞ്ഞെടുക്കും. പക്ഷേ ഇവിടെ തുറക്കുമ്പോൾ അത് അൺലോക്ക് ആവും. എന്നിട്ട് ഇത് അൺലോക്ക് ആയതുകൊണ്ട് വാതിൽ തുറക്കും കേട്ടോ. അപ്പോൾ സെക്രട്ടറി ചോദിക്കേ, അൺലോക്കായി അത് ഓക്കെ, പക്ഷെ അൺലോക്ക് ആയതുകൊണ്ട് എങ്ങനെ വാതിൽ തുറക്കുന്നത്? ഇവർ 3 പേരും പൊങ്ങി നോക്കുമ്പോൾ എന്തുവാ, ഞാൻ അവളെ ഇവർ 3 പേര് സംസാരിക്കുന്നത് കേട്ടോണ്ട് വാതിൽ തുറന്നുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം 3 പേരും പിടിച്ച് ഞാൻ, എന്നിട്ട് സോഫയിൽ ഇരുന്ന് ഇവർ ചോദ്യം ചെയ്യുക. അപ്പോൾ ഇവർ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഞാൻ പറയാണ്, ഞങ്ങൾക്ക് ഇനി പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാൻ, ലൂസിയോട് ഇവിടുന്ന് പുറത്തു പോകാൻ പറയാണ്. അപ്പോൾ ലൂസിക്ക് അങ്ങ് ദേഷ്യം വരുന്നത്, അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉറങ്ങാമെന്നും പറഞ്ഞ് വന്നെയാണ് നമ്മൾ ലൂസി. അപ്പോൾ അവൾ പാവം ദേഷ്യം വന്ന് പുറത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്ത് അങ്കിൾ ഷെന്നിൻ്റെ അടുത്ത് പറയണം, ഇതൊക്കെ നടക്കുന്ന കാര്യമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ്, നമുക്ക് ഒരു 5 ദിവസമെങ്കിലും സഹിക്കുമെന്നൊക്കെ പറയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതാക്കത്തില്ലെങ്കിൽ ഇവർ കുറേ നിർബന്ധിക്കും. ഞാൻ പറയും ശരി, കുറേ ദിവസം വരത്തില്ല, 3 ദിവസമാണെങ്കിൽ ഓക്കെ, 3 ദിവസം അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ, എന്നിട്ട് നോക്കാം, ബാക്കി കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം, എനിക്ക് എൻ്റെ ടൈം വേറെ ആർക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് പറയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ സമ്മതിച്ച സന്തോഷത്തിൽ ഇവർ വന്നിട്ട് പറയാണ്, സെക്രട്ടറി വന്നിട്ട് നമ്മുടെ ലൂസിയുടെ അടുത്താണ് 3 ദിവസത്തേക്ക് അവൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൂസി പറയണം, പറ്റത്തില്ല, 5 ദിവസമെങ്കിലും വേണം കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സെക്രട്ടറി പറയണം, ഇപ്പോൾ തൽക്കാലം 3 ദിവസം സമ്മതിച്ചില്ല, അതന്നെ വില കാര്യം, എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ലൂസി അതൊക്കെ പറഞ്ഞിട്ട് ലൂസി ചെന്ന് കിടക്കുവാണ്. ലൂസി ചെന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ലൂസിക്കും ആ കണ്ട സ്വപ്നം പിന്നെയും വരികയാണ്. ഇതേ സമയം കാണിക്കുകയാണ്, ഈ ഒരു കൈ ഇങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് ചെറുക്കനും കൂടി ആ പുഴയിൽ അങ്ങനെ എന്താ പറയുന്നത് മുങ്ങി താഴുന്ന പോലെ ഒരു സീൻ കാണിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ സ്വപ്നം ആർക്ക് വരുവാണ്, നമ്മുടെ ഞാൻ ഈ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.